വെൽക്കം ടു ടെക് മലയാളം. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണ് ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ചാർജ് ചെയ്യാനുള്ള ചില സൂത്രപ്പണികളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ബാറ്ററി എബൌട്ട് ടു ഡൈ അല്ലെങ്കിൽ ബാറ്ററി തീരാനായി 10%, 5% എന്നൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നെഞ്ചിരിപ്പാണ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ചാർജ് ചെയ്യണത്. പിന്നെ പെട്ടെന്ന് നമുക്ക് പുറത്തെവിടെയെങ്കിലും പോകാനുണ്ട്, വേഗം ചാർജ് ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ ഇമ്പോസിബിൾ ആയിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ചില സൂത്രപ്പണികൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ നമുക്ക് വളരെ സ്പീഡിൽ ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ചില ടിപ്സാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ സ്പീഡിൽ നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് മോഡിലിട്ടിട്ട് ഫോൺ ചാർജ് ചെയ്യും. ഫോൺ ഫ്ലൈറ്റ് മോഡിലിട്ട് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതുവരെ ഫോൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാം ഒന്ന് സ്റ്റെക്കായ മോഡിലായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ നിങ്ങൾ ചാർജ് ചെയ്യാനിടുന്ന സമയത്ത് ഫോൺ ചാർജ് ആകുന്ന സ്പീഡ് 25% വരെയെങ്കിലും കൂട്ടാൻ വേണ്ടി പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കോൾ നമ്മുടെ ഫോണിലേക്ക് വരാനുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സമയത്താണ് നമ്മൾ ഫോൺ ചാർജിലിടുന്നതെങ്കിൽ ഫ്ലൈറ്റ് മോഡിലിടരുത്, കാരണം കോൾ കിട്ടില്ല. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ഫോൺ എപ്പോഴും ഫ്ലൈറ്റ് മോഡിലിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ ചാർജ് ചെയ്യുന്ന സ്പീഡ് കൂടുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാവും. പവർ ഓഫ് ചെയ്തിട്ട് ഫോൺ ചാർജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോൺ ചാർജ് കയറുന്നതിൻ്റെ സ്പീഡ് 50% തന്നെ നമുക്ക് കൂട്ടാൻ പറ്റും. അതായത് ഇപ്പോൾ ചാർജ് ചെയ്യുന്നതിൻ്റെ ഇരട്ടി സ്പീഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം ചാർജ് ചെയ്യുന്ന സമയത്തൊന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ചാർജ് ചെയ്ത് നോക്കുക. അപ്പോൾ ശരിക്കും ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഫോണിൽ സാധാരണ നമ്മൾ ബാറ്ററീൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് പല ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻസ് കാണിച്ചു തരാം. ഇത്തരം ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ ഫോണിൻ്റെ ബാറ്ററീൻ്റെ സ്പീഡ് കൂട്ടും, പെട്ടെന്ന് ചാർജ് ആവും എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് ഉള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒന്നും ഹെൽപ്ഫുൾ അല്ല എന്നുള്ളതാണ് സത്യം. ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണിനത് ഒരു റിവേഴ്സ് എഫക്റ്റാണ് ഉണ്ടാവുക. ബെറ്റർ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇത്തരം ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ആ ആപ്ലിക്കേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കും. അത് ഫോണിൻ്റെ ബാറ്ററി ചാർജ് ആവാനുള്ള സ്പീഡൊക്കെ പിന്നെയും കുറയ്ക്കുകയാണ് ചെയ്യുക. ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചാർജർ അല്ലെങ്കിൽ ഡാറ്റ കേബിൾ ശ്രദ്ധിക്കണം. ഒറിജിനൽ ഡാറ്റ കേബിളും ചാർജറും എല്ലാം നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഫോൺ ചാർജ് ആവുന്നതിൻ്റെ സ്പീഡ് വളരെ കുറയും. ഫോൺ വാങ്ങിക്കുന്ന സമയത്തുള്ള ചാർജർ നഷ്ടപ്പെട്ടു പോയെങ്കിൽ നല്ലൊരു കമ്പനീൻ്റെ ഒറിജിനൽ ചാർജർ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ഫോണിൻ്റെ ചാർജ് ആവുന്ന സ്പീഡ് കൂട്ടും. ഡ്യൂപ്ലിക്കേറ്റ് ചാർജറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഫോണിന് ഒരുപാട് ദോഷം വരുത്തുന്നുണ്ട്. വാൾ സോക്കറ്റ് യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാം. നമ്മൾ പലപ്പോഴും ബിസി ആയിരിക്കുന്ന സമയത്ത് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ USB കേബിൾ കണക്ട് ചെയ്തിട്ട് ഫോൺ ചാർജിലിടാറുണ്ട്. പക്ഷേ ഇത് നല്ലൊരു ഓപ്ഷൻ അല്ല. വാൾ സോക്കറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ ചാർജ് ചെയ്യാൻ ശ്രമിക്കണം. ഇനി നിങ്ങൾക്ക് അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു കമ്പനിയുടെ പവർ ബാങ്ക് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ഫോണിൻ്റെ ബാക്ക് കവർ ഊരിയിട്ട് ചാർജ് ചെയ്യാൻ ശ്രദ്ധിക്കാം. കാരണം ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫോണിൻ്റെ ഹീറ്റ് കൂടും. അപ്പോൾ ആ ചൂട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വഴി ഉണ്ടാവില്ല. ബാക്ക് കവർ ഊരുകയാണെങ്കിൽ ആ ഹീറ്റ് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ പറ്റും. ചൂട് കുറയുമ്പോൾ തന്നെ ചാർജിങ്ങിൻ്റെ സ്പീഡ് കൂടും. ചാർജിലിട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് നന്നല്ല എന്ന് നമുക്കറിയാം. അതുമാത്രമല്ല, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫോണിൽ ചാർജ് കയറുന്നതിൻ്റെ സ്പീഡ് ശരിക്കും കുറയും. അതിൻ്റെ കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഫോണിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സറും വർക്ക് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ പ്രോസസ്സർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഫോൺ ഹീറ്റ് ആകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോണിൽ ചാർജ് ആകുന്നതിൻ്റെ സ്പീഡ് കുറയും. ചാർജ് ആവാൻ വേണ്ടി കൂടുതൽ സമയം എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഫോൺ ചാർജിലിടുന്ന സമയത്ത് വേറൊരു കാര്യം ഹെവി വർക്കൊന്നും ചെയ്യാതിരിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഫോൺ എളുപ്പത്തിൽ ചാർജ് ചെയ്യാനുള്ള ഈ സൂത്രങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല ടിപ്സായിട്ട് ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ സ്റ്റേ ട്യൂൺ. ബൈ.